വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടല്ലോ ബെല്ലാരിയുടെ നറാച്ചിയാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ബെല്ലാരിയുടെ നറാച്ചി. അപ്പോൾ ഗൈസ്, ബെല്ലാരി ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നറാച്ചിയുടെ ഒരു ഓവർ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ക്യാബിൻ്റെ അകത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ആ ഫ്രണ്ടിൽ നറാച്ചി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പിക്സൽ നെയിം ബോർഡാണ് ഗൈസ് ബെല്ലാരിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി എല്ലാവരും ഗൈസ് ലൈക്ക് ചെയ്യണം നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നലെ രാത്രി 100 സബ്സ്ക്രൈബ് അടിച്ചു ഗൈസ് എനിക്ക്. അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഒരു 500 ആണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഗൈസ്, ഞാനിതാ നമ്മുടെ നറാച്ചിയായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പറപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ഈ മോഡ് വരുന്നത് സെഡാസ്ത്രയാണ്. BS6 ഗൈസ് വരുന്നത്. നമ്മുടെ ബെല്ലാരീൻ്റെ ലിവറി ഇട്ടതാണ് ഗൈസ്. ഇത് ബസ് എടുക്കുമ്പോൾ നമുക്ക് പ്ലാറ്റിനത്തിൻ്റെ ലിവറിയാണ് ഗൈസ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു പ്ലാറ്റിനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെയുണ്ട് അതും പോയി കാണുക ഗൈസ്. അപ്പോൾ പ്ലാറ്റിനത്തിന് നമ്മൾ ഇതിൻ്റെ ഈ ബെല്ലാരിയുടെ ലിവറി ഇട്ടതാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ് ബസ്സിൻ്റെ ഒരു റിവ്യൂ എടുക്കണം എന്ന്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ബസ്സിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിവറി നമ്മൾ ഏതായാലും പുതിയതാണ് ഗൈസ് ഇട്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലിവറിയാണ് ഗൈസ്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ലിവറിയും അതേപോലെ ബസ്സും കൂടിയാണ് ഗൈസ് ഈ ബെല്ലാരി. എന്നാലും ഞാനിതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഫ്രണ്ട്, ഇതാണ് ബാക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇൻറ്റീരിയറിലേക്ക് പോയി. ഇനി ഞാൻ ഏതായാലും ഗൈസ് പറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാലും കുറച്ചും കൂടെ പറപ്പിക്കുകയാണ് ഗൈസ്. ഞാൻ ഏതായാലും ഇന്ന് 200 പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ 200 പോകുന്നതിനെക്കാട്ടും മുന്നേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ഞാനിന്ന് 200 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാനിതാ ഗൈസ് നമ്മുടെ ട്രാഫിക്കിൽ വന്ന് നിന്നിട്ടുണ്ട്. മുന്നിൽ നമ്മുടെ ലിമിറ്റഡ് ഉണ്ട്, അതേപോലെ സൈഡിൽ 1S ഉണ്ട്. ഓക്കെ ഗൈസ്, സൈഡിൽ കൂടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവിടെ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഈ ട്രാഫിക്ക് പെട്ടെന്ന് തീരുമെന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് എക്സ്റ്റീരിയർ വ്യൂ ഇട്ട് നോക്കട്ടെ ഗൈസ്. അപ്പോൾ സൈഡിൽ നമ്മുടെ വേറെ ഏതോ ഒരു ലിമിറ്റഡും കൂടെ ഉണ്ട് ഗൈസ്. ബസ് ഇതാ ഗൈസ്, 4 ബസ്സാണ് ഗൈസ് അടുപ്പിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ട്രാഫിക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇൻറ്റീരിയറിലേക്ക് പോട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇൻറ്റീരിയറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റല്ല ഗൈസ്, റൈറ്റിലോട്ടാണ് കൊണ്ടത്. അയ്യോ, തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചത് തട്ടിന്ന് ഗൈസ്. ഞാൻ ഏതായാലും ഗൈസ് ഈ ഒരു ലോഡിങ് അവിടെ കഴിയാനായി. ഞാൻ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഏതായാലും നല്ലോണം പറപ്പിച്ച് വിടുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഒന്നിനെ വെട്ടിച്ച്, ഇനി ഒന്നും കൂടെ മുന്നിലുണ്ട്. അതിനെ വെട്ടിക്കുന്നു. യെസ് ഗൈസ്, വെട്ടിച്ചു. അങ്ങനെ അതിനെ വെട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ മുന്നിൽ ഒന്നും കൂടെ ഉണ്ട് ഗൈസ്, അതിനെയും കൂടി വെട്ടിക്കുക. എല്ലാത്തിനെയും വെട്ടിച്ച് പോവുക ഗൈസ്. അങ്ങനെ മാസമായിട്ട് ഇങ്ങനെ ചരിച്ചെടുത്ത് വളച്ചെടുത്ത് പോകണം ഗൈസ്. അതാണ് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനം. അങ്ങനെ ഗൈസ്, ഞാൻ അടുത്തൊരു ലോഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ ആ ഒരു മാപ്പ് കഴിഞ്ഞ് ഞാനിതാ ഗൈസ് ഒരു കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ നടുക്കൂടെയുള്ള റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ റൈറ്റ് സൈഡിൽ വലിയ മലയൊക്കെ ഉണ്ട് ഗൈസ്. അതേപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് ഫോറസ്റ്റ്, നല്ല മരമൊക്കെ പിടിച്ച സ്ഥലമാണ് ഗൈസ്. ഇവിടുന്ന് ഞാനൊന്ന് പറപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ 200 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ 200 അടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാനിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വലിയൊരു മാപ്പാണ്. എന്നാലും ഇത് മിക്കവാറും ഒരു ഏകദേശം എനിക്ക് ടൈം അറിയില്ല ഗൈസ്. ഏകദേശം കുറച്ച് പോകാനുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പോകുന്നത്. വലിയൊരു മാപ്പാണ്. അങ്ങനെ ഗൈസ്, മുന്നിൽ ഇതാ വലിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. ഇതിപ്പോൾ എക്സ്റ്റീരിയർ വ്യൂ ഇട്ട് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും സ്പീഡ് പോകുമ്പോൾ കാണിച്ചു തന്നാൽ എവിടെയെങ്കിലും പോയി തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എനിക്ക് എക്സ്റ്റീരിയർ വ്യൂവിൽ വണ്ടി ഓടിക്കാൻ തീരെ അറിയില്ല. ഞാൻ ഇൻറ്റീരിയറിൽ മാത്രമാണ് അധികം ഓടിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മിക്കവാറും എക്സ്റ്റീരിയർ ആയിരിക്കും. പക്ഷേ എക്സ്റ്റീരിയറിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഈ ഒരു അവസ്ഥയിൽ അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഡ്രൈവറാണ് ഞാൻ. അപ്പോൾ ഇൻറ്റീരിയറിൽ മാത്രമേ നമ്മൾ ഓടിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ ഞാനിതാ എവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ്, നമുക്കിവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ലോങ് കട്ട് വഴിയുണ്ട് ഗൈസ്.
അതായത് ഷോർട്ട് കട്ട് കൂടെയാണ് നമ്മുടെ വഴിയുള്ളത് ഓൾറെഡി. പക്ഷേ ഞാൻ ഏതായാലും ഒന്ന് ലോങ് കട്ട് വഴിയാണ് ഗൈസ് എടുക്കുന്നത്, കുറച്ച് വളവും തിരിവൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. അത് അവിടെയാണ് ഏകദേശം എത്താനായെന്ന് തോന്നുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ ഗൈസ് ഈ മാപ്പ് കാണുന്നുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. മുന്നിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു വഴിയുണ്ട് ഗൈസ്, ലെഫ്റ്റിലോട്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഞാൻ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. എനിക്ക് കുറച്ച് ലോങ് അടിക്കണം. അതാണ് ഗൈസ്. കാരണം ആ വഴിയുടെ അധികം ട്രാഫിക് ഉണ്ടാവില്ല. അതേപോലെ വണ്ടികളിങ്ങനെ അധികമൊന്നും ഓടത്തില്ല ഗൈസ് ആ റൂട്ടിൽ. അത് വൺ വേ ആണ്, അത് അങ്ങോട്ട് മാത്രമേ പോകുള്ളൂ, തിരിച്ചിങ്ങോട്ട് വണ്ടി വരില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്ര സ്പീഡിലൂടെയും പോകാം. പക്ഷേ അധികം സ്പീഡ് എടുത്തുകൂടാ, കാരണം ഫുള്ള് വളവാണ്. വളവും തിരിവൊക്കെ ഉള്ള റോഡാണ് ഗൈസ്. ഇതേപോലെ നടുക്കൂടെ നമ്മുടെ ലൈനൊന്നും ഇട്ടിട്ടില്ല, വെള്ള ലൈന് അതുമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിലൂടെ പോയതാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ചുകൂടെ മുന്നോട്ടെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ഏകദേശം 160 ഇതാണ് ഗൈസ് നമ്മുടെ വഴി. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ മാപ്പ് ഇപ്പോൾ ഇങ്ങോട്ടായി. ഞാനിങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ മാപ്പിൽ ഇങ്ങോട്ടാക്കിയത്. ഇത് ഏകദേശം ഒരു വൺ വേ ആണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ വണ്ടി പോകത്തുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞ പോലെ വെള്ള ലൈനൊന്നുമില്ല ഗൈസ്. അതേപോലെ നേരത്തെ പോലെ അത്ര കാട് കുറവൊന്നുമല്ല ഗൈസ്, കാട് കുറച്ച് അധികമാണ്. ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഭയങ്കരമായിട്ട് നല്ല മരവും കാടും മലയൊക്കെയാണ് ഗൈസ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് അധികം വണ്ടിയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഗൈസ് ഇവിടുന്ന് മതിലൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇതിലൂടെയൊക്കെ ആരാണാവോ റോഡ് കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് അതിലൂടെ നല്ലൊരു വഴിയുണ്ട് ഗൈസ്, അത് പോരാഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ വളഞ്ഞ തിരിഞ്ഞ വഴി. പക്ഷേ എനിക്ക് ഏതായാലും ഈ വഴിയാണ് ഗൈസ് ഇഷ്ടം. അതിലൂടെ പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതാണ്. നമ്മൾ ആ ഡെസ്റ്റിനേഷന് ഏത് ഡെസ്റ്റിനേഷൻ, നമ്മൾ ഒറിജിനലായിട്ട് എത്തേണ്ട സ്ഥലമല്ല, നമ്മുടെ ഈ ഒരു റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും എത്തേണ്ടതാണ്. ഇതിലൂടെ കുറച്ച് ലോങ്ങാണ് ഗൈസ്, എനിക്ക് ലോങ്ങാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഒരു ഔട്ട് വ്യൂ എന്ന് പറയുന്നത് ഈ വഴി കൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വഴിയിലേക്കാണ് ഗൈസ് ഈ ഒരു റോഡ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് കുറച്ച് അധികമാണ് ഗൈസ്. പക്ഷേ എനിക്ക് അധികം ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇതിലൂടെ എടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ വണ്ടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. മുന്നിലൊരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഏഷ്യറിൻ്റെ ഒരു വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏഷ്യറിൻ്റെ ആണോ? ഏഷ്യറിൻ്റെ ആണ് ഗൈസ്. അപ്പോൾ ഞാനിവിടുന്ന് എക്സ്റ്റീരിയർ വ്യൂ ഇട്ടാണ് ഗൈസ് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ എക്സ്റ്റീരിയർ വ്യൂ ഇട്ടുമ്പോൾ ബസ്സിൻ്റെ ഒരു കൺട്രോൾ കിട്ടില്ല. എന്നാലും ഞാനൊന്ന് ഓവർടേക്ക് ചെയ്യുന്നതായി പോയി. എന്താണ്, എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ വ്യൂ ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി തട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്റ്റീരിയർ വ്യൂ ഇട്ടാണ് ഓടിക്കുന്നത് വെച്ചാൽ എന്തായാലും ഒരു ആക്സിഡൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും ഇവിടുന്ന് തന്നെ തട്ടി, ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സൗണ്ടൊന്നും അങ്ങനെ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത റോഡിലേക്കാണ് ഗൈസ് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരും, ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഗൈസ് നമ്മൾ നമ്മുടെ മാക്സിമം സ്പീഡിലും അതേപോലെ എഫോർട്ടൊക്കെ എടുത്ത പോലെ പറപ്പിച്ചാണ് വിടുന്നത്. അങ്ങനെ ഇവിടുന്ന് ഞാനൊന്ന് ഓവർടേക്ക് ചെയ്യാണ് ഗൈസ്. ഗൈസ് നമ്മുടെ ലിമിറ്റഡിനൊക്കെ ഓവർടേക്ക് ചെയ്താണ് പോകുന്നത്. നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് ഇപ്പോൾ 108 ഗൈസ്. ഞാൻ ഉറപ്പായിട്ട് 200 അടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 അടിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ്, സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ ഗൈസ് വീണ്ടും നമ്മുടെ ആദ്യത്തെ റോഡിലേക്ക് എത്തി. ഞാനിതാ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നെറാച്ചിയുമായിട്ട് നമ്മുടെ ഏതോ ഒരു സ്ഥലത്തേക്ക്. ഏതാണ് സ്ഥലം? ഓക്കെ ഗൈസ്, അങ്ങനെ ആ ഒരു മാപ്പ് ലോഡിങ് ആയിട്ടിന്. ഇനി അടുത്തൊരു മാപ്പിലോട്ടാണ് നമ്മുടെ ഈ ഒരു ലോഡിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്തില്ല ഗൈസ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് കഴിഞ്ഞ്. അങ്ങനെ ഗൈസ് നമ്മുടെ ബെല്ലാരിയുമായിട്ട് ഏതോ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ട് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഏതോ ഒരു വിജലംബിച്ച നാട്ടിലാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. മിക്കവാറും ഇവിടെ തട്ടും. ഇൻറ്റീരിയർ വ്യൂ ഇടുന്നതായിരിക്കും എനിക്ക് നല്ലത്. പക്ഷെ ഞാനെന്തോന്ന് കാണിച്ചു തരാം ഗൈസ്. സൈഡിൽ നെറാച്ചി എന്നൊക്കെ ഉണ്ട്, മുന്നിലും നെറാച്ചി ഉണ്ട്, എല്ലായിടെയും നെറാച്ചി ഉണ്ട്. ബെല്ലാരി എന്നുണ്ട് ബാക്കിൽ, മുന്നിൽ നെറാച്ചി എന്നായിരുന്നു. ഇനി നെറാച്ചി എന്ന് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഞാനെവിടെയും പോയി തട്ടു. അയ്യോ, ഞാൻ മാപ്പ് മാറ്റിയില്ലേ, അല്ല ക്യാമറ മാറ്റിയില്ല, അപ്പോൾ നോക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, ഞാൻ ഏതായാലും അത് പിന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ എവിടേക്കോ നെറാച്ചിന്നും എവിടേക്കോ ബെല്ലാരി എന്നൊക്കെ ഉള്ളൊരു ബസ്സാണിത്. അപ്പോൾ നിങ്ങൾ ഈ ബെല്ലാരിയുടെ ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര ആൾക്കാരുണ്ടെന്ന്. അങ്ങനെ ഗൈസ് ഞാൻ ഈ കാറിനൊന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ ഗൈസ്
അത് നിങ്ങൾ പറ, അതാരുടെ തെറ്റാണ് ഗൈസ്? ഞാൻ മര്യാദയ്ക്ക് അതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് ഗൈസ് വലത്തോട്ട് ഓവർടേക്ക് ചെയ്യുന്ന ഇപ്പോൾ കട്ട് ചെയ്ത് പെട്രോൾ പമ്പിലേക്ക് കയറ്റാൻ നോക്കിയൊരു കാറാണ് ഇപ്പോൾ കിടക്കണ അവസ്ഥ കണ്ട. കാട്ടുംകുറ്റിയിലാണ് ഗൈസ്. ദേണ്ട ഒരു ഡോണ് ചത്തുന്ന് തോന്നുന്നു ഗൈസ് അതിൻ്റെ അകത്തുള്ള ആൾ. ഞാനേതായാലും എൻ്റെ ബസ്സിലേക്ക് പോകണം. അയ്യോ, ഇനി എൻ്റെ ബസ്സിന് എന്തെങ്കിലും പറ്റിയോ ഗൈസ്? ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് ആ വണ്ടി ഹോൺ അടിക്കുന്നു ഗൈസ്. ഞാനൊന്ന് ബാക്ക് എടുത്ത് അത് പെട്രോൾ പമ്പിലേക്ക് കയറ്റട്ടെ ഗൈസ്. അയ്യോ, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ലിമിറ്റഡിനെ കൂടെ ഞാൻ തട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ബാക്ക് നോക്കാണ്ടാണ് എടുത്തത്, അതാണ് സംഭവിച്ചത്. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇതാരാ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോടാ. അയ്യോ ഗൈസ്, നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ളോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ ഗൈസ്. ക്യാമറ മാറ്റി. ഈ സൈഡിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലും അധികമൊന്നും പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, ഇവിടെയും ചെറുതായിട്ടൊന്ന് ചളിങ്ങിയുണ്ട് ഗൈസ്. നമ്മുടെ സൈഡ് മൊത്തത്തിൽ നോക്കിയേ, എല്ലാം കൂടെ ഒരു ചുളുങ്ങിയ പേപ്പർ പോലെയുണ്ട് ഗൈസ്. ഞാൻ ഏതായാലും നമ്മുടെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. വണ്ണസ് ഇതാ പോന്ന്. ഹായ്, വണ്ണസ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒരാൾ പെട്രോൾ അടിക്കാൻ പോയി, ഒരാൾ ഇതാ പോകുന്നു ഗൈസ്. ഞാനിതാ ചെറുതായിട്ടായി ലിമിറ്റഡിനൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് അത് ഇവിടെ നിൽക്കുന്നത്. ഞാൻ അതിനും നോക്കട്ടെ ഗൈസ്. ഗീത ഗൈസ് എവിടുന്ന ബസ്സാണ്? കോഴിക്കോട് വേറെ എങ്ങോട്ടോ ആണ്. നമ്മുടെ കൊയിലാണ്ടി കൂടെ ഒക്കെ പോകുന്നൊരു ബസ്സാണ് ഗൈസ്. എൻ്റെ വീടും കൊയിലാണ്ടിയാണ്. അപ്പോൾ നമ്മളേതായാലും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നേരെ എടുത്ത് നമ്മുടെ ബസ്സും കൊണ്ട് പോവുകയാണ്. ഇനി ഏതായാലും നമ്മുടെ ഒരു ഗ്യാരേജിലേക്കായിരിക്കും പോകുന്നത്. കാരണം നമ്മുടെ ഈ ബസ് ഇങ്ങനെ വെക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ബസ് എന്തായാലും ഒരിക്കലും നമ്മളൊരു പൊളിഞ്ഞ അവസ്ഥയിൽ അഥവാ എവിടെയെങ്കിലും തട്ടിയിട്ട് ചെറുതായിട്ട് പെയിൻ്റൊക്കെ പോയൊരവസ്ഥയിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ഓടിക്കാറില്ല. അത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ മിക്കവാറും ട്രാവലർ തട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക് പിടിച്ചത്. ഞാൻ ഓവർടേക്ക് ചെയ്യാനിപ്പോൾ എനിക്ക് പേടിയത് ഗൈസ്. ഞാൻ ഏതായാലും ഗൈസ് നേരത്തെ പറഞ്ഞ വാക്ക് 200 ഞാൻ അടിച്ചിരുന്നു ഗൈസ്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഏതായാലും ഒന്നുകൂടെയും പറ്റുമോ നോക്കാം. നമ്മുടെ ഗ്യാരേജിലേക്കാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പോക്ക്. കാരണം ഞാൻ ഏതായാലും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നില്ല, ഞാൻ നേരെ ഗ്യാരേജിലേക്ക് പോകാനാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഗ്യാരേജ് ഉണ്ടോയെന്നൊന്ന് നോക്കണം. കുറച്ചും കൂടെ മുന്നോട്ടെത്തിരി നോക്കാം ഗൈസ്. ഞാൻ ഇവിടെ ഒന്ന് സൈഡാക്കട്ടെ. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മാപ്പിൽ നമുക്കിവിടെ അടുത്തെവിടെയെങ്കിലും ഗ്യാരേജ് ഉണ്ടോ നോക്കണം ഗൈസ്, നന്നാക്കാൻ പറ്റിയ നമ്മുടെ സൈഡ്. അങ്ങനെ ഗൈസ് ഇവിടെ അങ്ങനെ മാപ്പൊന്നും ഞാൻ കാണുന്നില്ല. ഗ്യാരേജ് ഒന്നും കാണുന്നില്ല ഗൈസ്. ഇത് ചെറിയൊരു മാപ്പാണ്, ഇവിടെ അധികം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും അടുത്തൊരു ലോഡിങ്ങുള്ള മാപ്പിലോട്ട് പോവുകയാണ്. അടുത്തൊരു ഗ്യാരേജുള്ളൊരു മാപ്പിലോട്ടേക്കാണ് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ ഗ്യാരേജ് ഇല്ല, അപ്പോൾ അടുത്തതിൽ എന്തായാലും ഗ്യാരേജ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏതായാലും അന്ന് അടുത്തതിലേക്ക് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സൈഡ് പോയി ഗൈസ് അങ്ങനെ ബസ്സിൻ്റെ. എന്നാലും നിങ്ങൾ പറ ഗൈസ്, അത് ആരുടെ മിസ്റ്റേക്കാണ്? അത് അവൻ്റെ മിസ്റ്റേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ പെട്ടെന്നുള്ളൊരു ടേണിംഗ് ആയിരുന്നു, ഒരു മുൻഗണന പോലും ഇല്ലാതെ അവൻ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു എന്ന് പോലും ഞാൻ കണ്ടില്ല. ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വരുമ്പോൾ അവനവിടെ ബ്രേക്ക് പിടിച്ച് നിന്നൂടായില്ല അറ്റ്ലീസ്റ്റ്. ഇവൻ്റെ കണ്ണാടിയൊക്കെ എന്തിനു കൊണ്ടുവച്ചാണാവോ സൈഡിൽ ഒന്നും ചാവാൻ വേണ്ടി വളച്ച പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് മിക്കവാറും ഇപ്പോൾ ചാവും. ഒന്ന് ഇങ്ങോട്ടെടുത്ത് പിന്നെ ഒന്ന് അങ്ങോട്ടെടുത്ത് ഞാൻ പിന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ തട്ടിയോന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു ഗൈസ്. ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ടിങ് ഈ ലോഡിങ് ഒന്ന് കട്ട് ചെയ്യട്ടെ ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് കുറേ ഉണ്ടെന്നാണ്. അങ്ങനെ ഗൈസ് നമ്മളിത് അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഗ്യാരേജ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഞാൻ ഇവിടെ നിർത്തിയിട്ട് നോക്കണോ അത് അപ്പുറത്തോട്ട് പോകണോ ഗൈസ്? കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയിട്ട് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഗൈസ് ഏതായാലും ഇവിടെ ഇല്ല, ഞാൻ സൈഡിൽ നോക്കുന്നുണ്ട്. എന്നാലും ഗൈസ് അവൻ എന്തൊരു പണിയാണ് കാണിച്ചത്. നമ്മുടെ ബസ്സിൻ്റെ അവസ്ഥ നോക്കിയാൽ ഗൈസ്, ഇപ്പോൾ സൈഡ് മൊത്തം പൊളിഞ്ഞ് ഗൈസ്. നമ്മുടെ മിക്കവാറും കണ്ട അവനൊക്കെ നല്ല അടിപൊളി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് വളയ്ക്കുന്നത്. മറ്റവൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ എന്ന് പോലും ഞാൻ കണ്ടില്ലായിരുന്നു. അവൻ്റെയൊക്കെ തലയ്ക്ക് ധരിച്ച് കൊല്ലണം. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, നമ്മുടെ ബസ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല അങ്ങനെയാണ്, ഞങ്ങൾക്കിപ്പോൾ കാണിക്കുന്നില്ല. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സ്ഥിതിയിലാണ് ഗൈസ്. പോലീസ് വണ്ടിയുടെ MVDയുടെ അങ്ങനെ നമ്മളിതാ വേറെ ഗൈസ് ലിമിറ്റഡുകാരെ അടുത്തൂടെ പോകാൻ എനിക്ക് ഒന്നാമത് പേടി. അവരൊക്കെ എപ്പോഴാണ് പെട്ടെന്ന് വട്ടം ചാടുക, അതേപോലെ ബ്രേക്ക് പിടിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ് ഈ ലിമിറ്റഡ് ബസ്സിന്. അപ്പം ഞാനിവിടെ നിർത്തണോ വേണ്ട ഗൈസ്? ആ ഗ്രീൻ സിഗ്നലായിട്ടുണ്ട്. ഏതായാലും ഇവൻ്റെ ഇതേ മോഡൽ കാറാണ് ഗൈസ് എന്നെ നേരത്തെ വട്ടം ചാടി ഇടിപ്പിച്ചേ.
അവൻ്റെ ഇത് ഹോണ്ട സിവിക്കോ എൻ്റെ സിറ്റ് ഏതോ ഒന്നാണ് ഗൈസ്. ഞാനിവിടെ നിർത്തിയിട്ട് നമ്മുടെ മാപ്പ് നോക്കട്ടെ എവിടെയാണ് നമ്മുടെ ഗ്യാരേജ് ഇരിക്കുന്നതെന്ന്. ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താനായിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോകണോ? വേണ്ട ഗൈസ്, നമുക്ക് ഏതായാലും നമ്മുടെ ഗ്യാരേജ് എവിടെയുള്ളത് നോക്കാം. ഇനി ഡെസ്റ്റിനേഷൻ ഇതിൽ ഗ്യാരേജ് ഇല്ലേ ഗൈസ്? ഇതിൽ ഗ്യാരേജ് ഇല്ലാണെന്ന് തോന്നുന്നു. ആ ഗൈസ് അത് അവിടെ ഉണ്ടാവും മൂലയിൽ, അങ്ങ് ദൂരെ 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 ഒരു മൂലയിലാണ് ഗൈസ് നമ്മുടെ ഗ്യാരേജ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഗ്യാരേജിലേക്കാണ് ഗൈസ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ അടുത്തായിട്ട് ഞാൻ ഗ്യാരേജിൽ പോവുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊളിഞ്ഞ ബസ് ഓടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഗൈസ്. അതെൻ്റെ ഒരു ഫീലിങ്സ് ആണ് ഗൈസ്. പൊളിഞ്ഞ ബസ് ഓടിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് സ്വന്തമായിക്കോട്ടെ വല്ലവൻ്റെതും ആയിക്കോട്ടെ ആരതാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അത് നല്ലൊരു രീതിക്ക് ഓടിക്കുന്നതാണ് എനിക്കിത് നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞില്ല. ഡെസ്റ്റിനേഷൻ ഗൈസ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ്, പക്ഷേ ഞാൻ സ്ട്രെയിറ്റ് പോവുകയാണ്, നമ്മുടെ ഗ്യാരേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാരേജിലെത്തിയിട്ട് അവിടെ നിന്നുള്ള പരിപാടിയൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ ഒന്ന് പോവുകയാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലല്ല റൈറ്റിലോട്ടാണ്. അപ്പോൾ ഗൈസ് അവിടെയും തട്ടി ഗൈസ്. ഞാൻ ഫുള്ള് തട്ടിയും കൊണ്ടാണ് ഗൈസ് പോകുന്നത്. എന്താണെന്നറിയില്ല, ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം നമ്മുടെ ഫുള്ള് സൈഡൊക്കെ സ്ക്രാച്ചായിട്ടാണ് ഗൈസ് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ബസ്സിൻ്റെ സ്ഥിതി എന്താണെന്ന് അവിടെ പോയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ 165 ഗൈസ് നമ്മുടെ സ്പീഡ്. ഞാൻ 200 അടിച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 200 അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനില്ലെങ്കിൽ ഇപ്പോൾ 200 അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തോട്ട് പോകണം, അണ്ടർപാസ്. അങ്ങനെ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തെത്തി ഗൈസ്. 116 21. അങ്ങനെ ഗൈസ് നമ്മളെ എക്സ്റ്റീരിയർ വ്യൂ ഇതാണ്. ഓ ഗൈസ് നമ്മുടെ ബെല്ലാറിയുടെ ബാക്കും അങ്ങനെ ചെറുതായിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോഴാണ് ഗൈസ് ശ്രദ്ധിച്ചത്. 130 ഗൈസ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമ്മൾ ഇന്നിനി ഇതടിക്കുമെന്ന്, 200 അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും 160 ഗൈസ്, 165 166 ഇല്ല ഗൈസ്. നമ്മളേതായാലും ഗൈസ് ഈ ഒരു വീഡിയോയിൽ 200 അടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ 200 അടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ 200 അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഗൈസ്, അത് നിർബന്ധമാണ്, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബെല്ലാരി. അപ്പോൾ നമ്മൾ നേരെ ഗ്യാരേജിലോട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ എല്ലാവിധ ലൈറ്റും. അങ്ങനെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെല്ലാരിയുടെ നറാച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ സൈഡ് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ സൈഡ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ തന്നെ പറ ഗൈസ്. ഇതാണ് നമ്മുടെ നറാച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി വീഡിയോ ചെയ്യുന്നതാണ്. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് ഗൈസ്. നമ്മൾ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോ ചെയ്യാനുണ്ട് ഗൈസ്. നമ്മുടെ സ്വന്തം ബസ് ജ്വാലയുടെ അത് ചെയ്യാനുള്ളതാണ് ഗൈസ്. എന്നാലും ഞാൻ ബെല്ലാരിയുടെ ആയിരിക്കും മിക്കവാറും ആദ്യം ചെയ്യുക ഗൈസ്, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ ഗ്യാരേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ 11 ഇവനാണ് ഗൈസ് നമ്മുടെ ബസ്സിനെ ചതിച്ചത് ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു.